നിങ്ങൾ തിരുവനന്തപുരത്തെ കാരബോണ്ട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. ഒരു കിടിലൻ കാരബോണ്ട. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി ഉപയോഗിച്ച് 20 ഇതേപോലെ ചെറിയ ബോണ്ട അല്ലെങ്കിൽ വടയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെന്നാതാള്, 1/2 കപ്പ് ഉഴുതാള്, ഇതെല്ലാം ഒരു 2-3 വട്ടം വാഷ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 മണിക്കൂർ നേരം സോക്ക് ചെയ്യാം. ഇനി അടുത്തൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ചെന്നാതാള് കഴുകി 2 മണിക്കൂർ നേരം സോക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ആദ്യത്തെ നമ്മുടെ മിക്സ് അത് ഇല്ല വെള്ളം കളഞ്ഞ് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്മൂത്ത് ആവണ്ട, കുറച്ച് റഫായിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. വളരെ സ്മൂത്ത് ആവരുത്, ചെറിയൊരു റഫ്നെസ് ആ ബ്ലെൻഡിൽ വേണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് സോക്ക് ചെയ്ത ചെന്നാതാള് ചേർക്കുക. 1/2 ടീസ്പൂൺ SF40 ഇടുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നല്ല നൈസായി ചോപ്പ് ചെയ്ത ഇഞ്ചി, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, കുറച്ച് ഗ്രീൻ ചില്ലി 4 എണ്ണം ചോപ്പ് ചെയ്തത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം ആ ബോളിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ആദ്യം ലൂസ് ആവരുത് കേട്ടോ, അത്യാവശ്യം തിക്കായിട്ട് വേണം തിരിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ വെള്ളത്തിലൊന്ന് കൈ മുക്കുക, അപ്പം നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ചെറിയ ചെറിയ ബോളുകൾ പിടിക്കുക. അത് നല്ല ചൂടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തിങ്ങോട്ട് എടുക്കുക. ഇടയ്ക്ക് അത് ഒന്ന് ഫ്ലിപ്പ് ചെയ്തും എല്ലാ സൈഡിലും മുരിഞ്ഞ് കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്ത് നല്ല ഡാർക്ക് റിച്ച് ബ്രൗൺ കളർ ആവണ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിലൊക്കെ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പം നിങ്ങൾക്ക് കിട്ടില്ല ഈ ബോണ്ട അല്ലെങ്കിൽ വട തിരുവനന്തപുരം സ്റ്റൈലിലുള്ളത് കിട്ടും. നല്ല ചൂടുള്ള ചായയുടെ കൂടെ ആസ്വദിച്ചങ്ങോട്ട് കഴിക്കാനുള്ള വട റെഡി ആയിട്ട്. അതായത് മഴ അങ്ങോട്ട് പെയ്യുമ്പോ അല്ലെങ്കിൽ ഇതേപോലെ മഞ്ഞ് ഇതേപോലത്തെ ഒരു ബോണ്ട, അതും എരിവുള്ള കാര ബോണ്ടയും ചൂടുള്ള ചായയും കിട്ടില്ല മതി. നമുക്കിങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് ചായ കുടിച്ചേക്കാം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ, മറക്കല്ലേ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.